പല ഇന്റർവ്യൂകളിലും ലാലേട്ടനോട് ദേഷ്യം വരാറില്ലേ എന്ന ചോദ്യവും അതിന് അദ്ദേഹം നൽകുന്ന മറുപടിയും നമ്മുടെ മാനസികാരോഗ്യവുമായി ചേർന്ന് നിൽക്കുന്ന വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. എല്ലാവരെയും പോലെ എനിക്കും ദേഷ്യം വരാറുണ്ട്, ചിലപ്പോൾ പ്രതികരിക്കാറുമുണ്ട്. അതൊരു റിഫ്ലക്സ് മാത്രമാണ്. അത് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാറില്ല, അപ്പോൾ തന്നെ അത് വിട്ടുകളയും. ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടന്ന് നമ്മുടെ ജീവിതം വെറുതെ ഇല്ലാതാക്കുന്നത് എന്തിനാണ് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ മനോഹരമായൊരു ഉത്തരമാണ്. ഇന്ന് നാം നേരിടുന്ന പല മാനസിക പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരം തന്നെയല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ കൊണ്ട് നടന്ന് അതിൻ്റെ ഭാരമേറി അത് നമ്മുടെ മറ്റു പല കാര്യങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും പോലും ബാധിക്കാറുണ്ടല്ലേ? ഒരാളോട് ദേഷ്യം തോന്നുമ്പോൾ അത് വിട്ടുകളയാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കത്തുന്ന കനൽ നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുന്നത് പോലെയാണെന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. പൊള്ളുന്നത് നമുക്ക് തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് നേരിട്ട് അവരോട് ക്ഷമിക്കാനോ മാപ്പ് ചോദിക്കാനോ പറ്റില്ലായിരിക്കാം. പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ അത് വിട്ടുകളയുക തന്നെ വേണം. അത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിനായി, സമാധാനത്തിനായി, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി, വ്യക്തിബന്ധങ്ങൾക്കായി ഒക്കെ തന്നെയും അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇടയ്ക്കിടെ വീടും പരിസരവും ഒക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യാറില്ലേ? പൊടികളൊക്കെ അടിച്ചുവാരി എല്ലാം വൃത്തിയാക്കാറില്ലേ? നമ്മുടെ മൊബൈലിൻ്റെ സ്പേസ് ക്ലീനപ്പ് ചെയ്യാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ വേണ്ടാത്ത ചിന്തകളും മനസ്സിലെ നെഗറ്റീവ്സും ഒക്കെ മാറ്റി അവിടം വൃത്തിയാക്കാൻ, മനോഹരമായ സ്വപ്നങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ, ഭംഗിയുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിനായി മൈൻഡും ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലെൻസിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഉപകാരപ്രദമായ സന്തോഷവും സമാധാനവും തരുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നത് തന്നെയാണ് നമ്മളിൽ പല മാറ്റങ്ങൾക്കും കാരണമാകാൻ സഹായിക്കുന്നത്.